സ്റ്റാൻലിയും ഔതക്കുട്ടിച്ചായനും കൂടി മദ്യക്കുപ്പികളുടെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പച്ചൻ ഒന്നുകൂടി ഒഴിക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് ഒരെണ്ണം മതി. അതെന്താ അപ്പച്ചൻ കുടിക്കാത്തത്? അപ്പച്ചന് ചിന്നമ്മയെ പേടിയാണോ? ഒറിജിനൽ ചിന്നമ്മയെ ഞാൻ പേടിച്ചിട്ടില്ല, പിന്നെയാണ് നിൻ്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചിന്നമ്മ. ഇതാണ് അപ്പച്ച ഒറിജിനൽ ചിന്നമ്മ. ഞാനും അപ്പച്ചനും ചിന്നമ്മയും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ചിന്നമ്മ. നല്ല ഉഗ്രൻ ചിന്നമ്മ. മറ്റേ ചിന്നമ്മ വേറെ കുടുംബത്തിൽ നിന്ന് വന്നില്ലേ? ഇത് നമ്മളെ കുടുംബത്തിൽ തന്നെയുള്ള നമ്മുടെ സ്വന്തം ചിന്നമ്മ. അപ്പച്ച സത്യം പറ, അപ്പച്ച എന്താ തിരിച്ചു പോകാത്തത്? അപ്പച്ചന് എൻ്റെ കൂടെ മദ്യപിക്കാൻ താല്പര്യമില്ല. അപ്പച്ചൻ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ തിരിച്ചു പോകുന്നില്ല. അപ്പച്ചന് ഇപ്പോൾ ചിന്നമ്മയുടെ കൂട്ടുകെട്ടാണ് ഏറ്റവും വലുത്. എങ്ങനെയുണ്ട് അപ്പച്ച എൻ്റെ മോള്? സുന്ദരിയല്ലേ? മിടുക്കിയല്ലേ? ആണെന്ന് ഞാൻ അന്നേ സമ്മതിച്ചതല്ലേ? ലോകത്തിൻ്റെ ഈ ഒരു കോണിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു രാജകുമാരിയെ കിട്ടിയത്. ഞാൻ അവളുടെ പേര് മാറ്റി, ദ പ്രിൻസസ് ഓഫ് കുളത്തൂപ്പുഴ. ഞാനും എൻ്റെ രാജകുമാരിയും കൂടി ഈ ലോകം മുഴുവൻ ചുറ്റും. അത് കൊള്ളാം. നിങ്ങൾ പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകണം. ഇല്ല, ആരെയും കൊണ്ടുപോകില്ല. ഞങ്ങൾ അപ്പനും മകളും മാത്രം. ലോകം മുഴുവൻ ചുറ്റി വന്നിട്ട് എൻ്റെ രാജകുമാരിയുടെ കല്യാണം ഞാൻ നടത്തും. രാജകീയമായി നടത്തും. കോടീശ്വരനായ ഒരു ക്രിസ്ത്യാനി പയ്യനെ കൊണ്ട് ഞാൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിക്കും. ഇനി അവൾ ഒരു സങ്കടവും അനുഭവിക്കാൻ പാടില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ടതാണ് എൻ്റെ മകൾ. നിനക്ക് വേറെയും മക്കളുണ്ടെന്ന് നീ ഓർമ്മിക്കണം. എൻ്റെ മറ്റു മക്കളെ പോലെയാണോ അപ്പച്ച ഇവള്? 23 വർഷക്കാലം അവൾ എവിടെയാണെന്ന് അപ്പച്ചൻ അറിയില്ലേ? ആരോരുമില്ലാതെ ഒരു അനാഥാലയത്തിൽ. എനിക്ക് നല്ല സങ്കടമുണ്ട് അപ്പച്ച. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പാവം എൻ്റെ മോള്.